ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 43 അധ്യായം 2 വാക്യം. നീ വെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. മോശയും ഇസ്രായേൽ ജനവും ഒരിക്കൽ ചെങ്കടലിന്റെ തീരത്ത് നിന്നു. ഏകദേശം 20 ലക്ഷം ഇസ്രായേൽ മക്കൾക്ക് അവരുടെ മുൻപിൽ വെള്ളം കടക്കുന്നത് അസാധ്യമായ ഒരു വെല്ലുവിളിയായി തോന്നി. കടലിലെ തിരമാലകൾ ഇരമ്പുകയും വേഗത്തിൽ കരയിലേക്ക് ഉരുണ്ടുകൂടുകയും ചെയ്തു. എന്നാൽ മോശയുടെ വടിയിലൂടെ കർത്താവ് ആ വിശാലമായ കടലിനെ 2 വിഭജിച്ചു. അവർ വെള്ളത്തിലൂടെ നടക്കുമ്പോൾ കർത്താവ് തന്നെ അവരോടൊപ്പം നടക്കുന്നത് അവർക്ക് അനുഭവപ്പെട്ടു. ദാവീദ് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു: എങ്കിൽ വെള്ളം നമ്മെ കീഴടക്കുമായിരുന്നു, അരുവി നമ്മുടെ പ്രാണന് മുകളിലൂടെ ഒഴുകുമായിരുന്നു. അപ്പോൾ വീർപ്പുമുട്ടിയ വെള്ളം നമ്മുടെ പ്രാണന് മുകളിലൂടെ ഒഴുകുമായിരുന്നു എന്ന്. ഇത് സങ്കീർത്തനം 124 അധ്യായം 4-5 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. പിന്നെ ദാവീദ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നു: നമ്മെ അവരുടെ പല്ലിനിരയായി ഏൽപ്പിക്കാത്ത യഹോവ വാഴ്ത്തപ്പെട്ടവനെന്ന്. ഇത് സങ്കീർത്തനം 124 അധ്യായം 6 വാക്യത്തിലും കാണപ്പെടുന്നു. മറ്റൊരു സമയത്ത് ഇസ്രായേൽ മക്കൾ യോർദാൻ നദി മുറിച്ചു കടക്കേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്ത് യോർദാൻ അതിൻ്റെ തീരങ്ങൾ കവിഞ്ഞൊഴുകുമായിരുന്നു. അതിലെ പ്രവാഹങ്ങൾ അതിൽ കാലുകുത്തുന്ന ആരെയും ഒഴുക്കിക്കളയുമായിരുന്നു. അതിനെ മരണനദി എന്നും വിളിച്ചിരുന്നു. അത് കടക്കാൻ അവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കർത്താവിൻ്റെ വചനമനുസരിച്ച് ഉടമ്പടി പെട്ടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരാണ് ആദ്യം വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. ആ നിമിഷം തന്നെ വെള്ളം വിച്ഛേദിക്കപ്പെട്ട് പിന്നിലേക്ക് തിരിഞ്ഞു. നദി പിന്നിലേക്ക് തിരിഞ്ഞ് കുന്നുകൂടുന്ന കാഴ്ച സങ്കല്പിച്ചു നോക്കൂ. ഇന്ന് കഷ്ടതയുടെയും നിന്ദയുടെയും വെള്ളം നിങ്ങളുടെ ജീവിതത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ടോ? ബൈബിൾ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് കഷ്ടതയുടെ അപ്പവും കഷ്ടതയുടെ വെള്ളവും തന്നാലും നിങ്ങളുടെ ഉപദേഷ്ടാക്കന്മാർ ഇനി ഒരു കോണിൽ അകപ്പെടുകയില്ല. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ഉപദേഷ്ടാക്കളെ കാണും. നിങ്ങളുടെ ചെവികൾ നിങ്ങളുടെ പിന്നിൽ നിന്നൊരു വാക്ക് കേൾക്കും. ഇതാണ് വഴി, ഇതിൽ നടക്കുക എന്ന്. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോഴെല്ലാം എന്ന് യെശയ്യാവ് 30 അധ്യായം 20-21 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ഏലിയാവും ഏലിശയും വെള്ളത്തിലൂടെ കടന്നു പോകേണ്ടി വന്ന മറ്റൊരു വിഭജനത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ഏലിയാവ് തൻ്റെ പുതപ്പ് ചുരുട്ടി വെള്ളത്തെ അടിച്ചു. യോർദാൻ 2 പിളർന്നു. ആ പുതപ്പ് ആത്മാവിൻ്റെ ദാനത്തെയും ശക്തിയെയും പ്രതീകപ്പെടുത്തി. പ്രിയ ദൈവമക്കളെ, ജീവിത യുദ്ധങ്ങളിലൂടെ പ്രക്ഷുബ്ധമായ വെള്ളങ്ങളത്തെ കടക്കാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ജീവജലം നിങ്ങളുടെ മേൽ കവിഞ്ഞൊഴുകുകയില്ല. പരീക്ഷയുടെ വെള്ളങ്ങൾ നിങ്ങളെ ഒഴുക്കിക്കളയുകയുമില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 66 അധ്യായം 12 വാക്യം. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ സദൃശ്യവാക്യങ്ങൾ 25-26 അധ്യായങ്ങൾ, വൈകുന്നേരം 2 കൊരിന്ത്യർ 9 അധ്യായം. ആമേൻ.